ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനകത്തിപ്പം ആ ഡോറ് തുറന്ന് ട്രാൻസ്പോർട്ടിലെ ജീവനക്കാരാണ് ഡോറ് തുറന്നിട്ട് ഇത് അഴിച്ചെടുത്ത് ഇതിനകത്തൊരു ബോക്സ് എടുക്കുകയായിരുന്നു. ഇതിനകത്തായിരുന്നു സംഭവം. ഇവിടെ അഴിച്ചാണ് ഇതെടുത്തത്. ഞാൻ ദൃക്സാക്ഷിയാണ്. അത് ആർക്കൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്. എന്തായാലും ഡ്രൈവറും ഇതിന്റെ കണ്ടക്ടറും ഒന്നും അറിയാതെ ഒരു കാരണവശാലും ഇത് ബോക്സ് അഴിച്ചാണ് എടുത്തത്. ഞാൻ ഈ അഴിച്ചിതെടുക്കുന്നതുണ്ട്. ഇതിനകത്തും സാധനം എടുക്കുന്നുണ്ട്. ബോക്സാണോ സൂട്ട്കേസാണോ ഇത് അഴിക്കുന്നത്? ഞാൻ ചോദിച്ചു പതിവില്ല ഇത് എന്തിനാ അഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതിനകത്ത് സാധനം ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അങ്ങോട്ട് സാദിഖ് ഖാന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ജയിച്ചിയെ കാണാൻ കയറിയപ്പോഴാണ് ഇതിനകത്ത് അഴിച്ചാണ് വരുന്നത്. ഒരു ജീവനക്കാരനാണ് അഴിച്ചത്. സ്കൂൾ അത് ഞാൻ ദൃക്സാക്ഷി ആ കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പത്തനാപുരത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ, അതായത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നാട്ടിൽ KSRTC ബസ്സിൽ നിന്നും, അതായത് ഡ്രൈവർ ഇരിക്കുന്നതിന് തൊട്ടു താഴ്ഭാഗത്ത് സ്ക്രൂ ഇട്ട് മുറുക്കിയ നിലയിലാണ് കഞ്ചാവ് പൊതികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കണ്ടെത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നലെ KSRTCയുടെ ഒരു ഡ്രൈവർ വാഹനവുമായി പോകുന്ന സമയത്ത് കുപ്പിവെള്ളം, ആ ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് കുപ്പികൾ ഗ്ലാസിന്റെ അവിടെ വെച്ചു എന്ന് പറഞ്ഞ് മന്ത്രി അതിനെ ഓവർടേക്ക് ചെയ്ത് പിടിച്ച് അദ്ദേഹത്തിനെ ശാസിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടെയുള്ള സർവീസ് നടത്തുന്ന ബസ്സുകളെ പൊല്യൂഷൻ പരിശോധിച്ചു, ഫിറ്റ്നസ് പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല, ഒരു വാഹനത്തിനും അവിടെ പൊല്യൂഷനും ഇല്ല, പെർമിറ്റും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും സാദിഖ് ഖാനുമാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ATO ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഞങ്ങളുടെ ക്യാമറ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെ ചീത്ത പറയാനും കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് പോലീസുകാരുകൂടി വന്നു കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാകുന്നത് ഈ വാഹനത്തിൽ കഞ്ചാവ് കൊണ്ടുവന്നിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പിന്നിൽ കഞ്ചാവ് കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യാമറയുമായി വന്നത് ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങളെ ഇവിടെ നാട്ടിപ്പയക്കാനാണ് ശ്രമിച്ചത്. ഗണേഷ് കുമാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കുപ്പിവെള്ളവുമായി വന്ന ഒരാൾക്ക് ഇതാണ് ഗതിയെങ്കിൽ കഞ്ചാവ് കൊണ്ടുവരുന്നവന് എന്താണ് ഗതി? അവന് എല്ലാ സംരക്ഷണവും കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ബന്ധപ്പെട്ട ഡ്രൈവറിനെയും കണ്ടക്ടറെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല. ATO ഇവിടെ കാണത്തില്ലെന്ന് പറയുന്നു. ഞങ്ങളെ അടിക്കാനുണ്ടായിരുന്നു, അതിനുശേഷം കാണുന്നില്ലെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വാഹനം കയറി ഒരാളുടെ തലയിലൂടെ കയറി അയാളെ മരണപ്പെട്ടിട്ട് അയാളെ കൊലപ്പെടുത്തിയിട്ട് ആ കേസ് എടുത്തിട്ടില്ല. മാത്രവുമല്ല, നമുക്കറിയാം മൂന്നാറിൽ ടിക്കറ്റ് കൊടുക്കാതെ പൈസ വാങ്ങിച്ച് പോക്കരിയിട്ട സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ നടക്കുന്നത് മന്ത്രിയുടെ യൂണിയനിലെ ആണോ അതോ മറ്റേതെങ്കിലും ഭരണകക്ഷിയുടെ യൂണിയനിലെ ആളുകളാണോ അല്ല ഇതിനകത്ത് ഒരു കോർപ്പറേറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ, ഒരു ഗൂഢ മാഫിയ സംഘം. പത്തനാപുരത്തെ ATO എന്ന് പറയുന്ന സാം എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് കൃത്യമായ പങ്കുണ്ട്. മുമ്പ് കാലങ്ങളിലും KSRTC പത്തനാപുരത്ത് ഇതുപോലെ സ്മഗ്ലിംഗ് ഉള്ള ആളുകൾ യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള CCTV പരിശോധിക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ഈ ബസിന്റെ CCTV പരിശോധിക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ഈ KSRTC ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ ക്യാമറയുണ്ട്, ഈ രണ്ട് സൈഡിൽ ക്യാമറയുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊന്നും പരിശോധിക്കാൻ തയ്യാറാകാത്തത്? വളരെ കൃത്യമാണ്. പോലീസിനെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ATOയുടെ ഗണേഷ് കുമാറിനോടുള്ള അടുപ്പം കൊണ്ട് ഇവിടെ കഞ്ചാവ് കടത്തുന്നു, ഇവിടെ കൊലപാതകം നടത്തുന്നു, അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു, മദ്യപിച്ച മതോന്മതന്മാരായി ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ ഈ KSRTC ഡിപ്പോയിൽ പരിശോധിച്ചാൽ മനസ്സിലാവും മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോ ഇത് എന്ത് നാടകമാണ് എന്ന് ഇത് കാണുന്ന ആളുകളാണ് തിരിച്ചറിയേണ്ടുന്നത്. ഇത് ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഇവിടെയുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കുമ്പോൾ അതിന് അനുവാദം നൽകില്ല എന്ന് പറയുന്ന ATO. അങ്ങനെ ലോ ആൻഡ് ഓർഡർ പത്തനാപുരം COയ്ക്കാണ് ലോ ആൻഡ് ഓർഡർ, അല്ല ATOയ്ക്കല്ല ലോ ആൻഡ് ഓർഡർ. അത് അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിൽ പോയി പഠിക്കണം. അദ്ദേഹം പറയുന്നത് ക്യാമറ ഇവിടെ എടുക്കണം. ഒരു പബ്ലിക്കിൽ, ഒരു KSRTC എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസ് ആണ്. അവിടെ ക്യാമറ എടുക്കണമെങ്കിൽ ഇനി അയാളുടെ അനുവാദം വാങ്ങിക്കണമെന്നാ. ഞങ്ങൾ അങ്ങനെ അനുവാദം വാങ്ങിക്കുന്നില്ല. ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ക്യാമറകളും ഞങ്ങളും ഉണർന്നിരുന്ന് അത് പൊതുജനമധ്യത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ കള്ളക്കടത്തുകൾ, നിങ്ങൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതികൾ ഞങ്ങൾ തുറന്നു കൊണ്ടുവരുക തന്നെ ചെയ്യും. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സാം എന്ന് പറയുന്ന ഒരു ഗുണ്ടയായ ATO ആണ്. സാം എന്ന് പറയുന്ന ഒരു ഗുണ്ട. എന്റെ മുമ്പുള്ള
വിഷ്വലിലൂടെ ഞാൻ കാണിച്ചു തന്നു. അദ്ദേഹം എന്നെ അടിക്കാൻ ശ്രമിക്കുന്നു, എന്റെ കൂടെയുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ഇവിടെയുള്ള ജീവനക്കാരെ മുഴുവനും വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളെ കയ്യേറ്റം ശ്രമിക്കാൻ ശ്രമിച്ചു. ഞങ്ങള് പരിവാഹനയിലൂടെ ഇവിടെ നിന്ന് ഷെഡ്യൂൾ നടത്തുന്ന വാഹനത്തിന് ഏതൊക്കെ വണ്ടി ഫിറ്റ്നസ് ഉണ്ട്, ഏതൊക്കെ വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ട് എന്ന് പരിശോധിക്കുന്ന മൊബൈലിൽ ഒന്ന് പരിശോധിക്കുന്നു. അല്ലാതെ ഇവിടെ കയറി വന്ന് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയൊന്നുമല്ല ചെയ്തത്. മൊബൈലിൽ ഞങ്ങൾ ആപ്പിലൂടെ അടിച്ചു നോക്കിയതാണ് ഞങ്ങൾ മൊബൈലിൽ കൂടി. അപ്പോ തോടായിരിക്കുന്ന വേറൊരു മഹാൻ വരുന്നത്. യുവമാരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നു, കയ്യേറ്റം ചെയ്യാൻ വന്നു. യുവമാരെല്ലാം കൂടെ ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കഞ്ചാവ് കടത്തുന്നതിന് വേണ്ടി, കഞ്ചാവ് ലോബികളെ സംരക്ഷിക്കുവാനും അവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങുവാനും വേണ്ടി ഒരു പറ്റം പത്തനാപുരത്തുള്ള KSRTC ജീവനക്കാരന്മാർ തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പോലീസുകാർ കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ തലയിലൂടെ വാഹനം കയറി അത് ആത്മഹത്യയാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച പത്തനാപുരത്തെ പോലീസുകാരോട് ഞങ്ങൾ പറയുകയാണ്, ഇനിയും നെറികളിൽ കൂട്ടുനിന്നാൽ, ഇനിയും അനീതിക്ക് നിങ്ങൾ കൂട്ടുനിന്നാൽ ഈ നാട്ടിലെ വലിയ സമരങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും. സർവീസ് റെക്കോർഡിൽ നിങ്ങൾ പെൻഷൻ വാങ്ങുകയില്ല ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കെതിരെയുള്ള എല്ലാ പരാതികളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നാളുകളിൽ അത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലും അത് സബ്മിറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഈ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതൊരു ഇതൊരു പ്രതിഷേധമാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രതിഷേധമാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നാട്ടിൽ KSRTC ബസ്സിലെ കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടുത്തെ ATOയും ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് വിതരണം നടത്തി കാശുണ്ടാക്കിയ ഇവിടെ പുതിയ തലമുറ സർക്കാർ തന്നെ ലഹരിക്കെതിരായി വലിയ ക്യാമ്പയിനുകൾ നടത്തുകയാണ്, ലഹരിക്കെതിരായി വലിയ പോരാട്ടം നടത്തുകയാണ്. KSRTC ബസ്സിൽ ഡ്രൈവർ ഇരിക്കുന്നതിന്റെ അടിയിൽ സീൽ ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊണ്ടുവരുന്ന കഞ്ചാവ് പൊതികൾ കണ്ടെടുക്കുന്നു. ഇത് ആരെയാണ് സംരക്ഷിക്കുന്നത്? ഞങ്ങൾ 2:00-2:30 മുതൽ ഈ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. 2:00-2:30 മുതൽ ഞങ്ങളെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ പിടിച്ചു തള്ളുകയും ചീത്ത പറയുകയും ചെയ്തിട്ട് ഗണേഷ് കുമാറിന്റെ ചാനലിലേക്ക് അത് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ നാട്ടുകാരെ കയ്യേറ്റം ചെയ്തെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു നാട്ടുകാരൻ അതിലുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ പൊതുപ്രവർത്തനം നിർത്തി ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ്. അതിൽ ഏതെങ്കിലും ഒരു നാട്ടുകാരനല്ലാതെ യൂണിഫോമിൽ ഇല്ലാതെ ഏതെങ്കിലും ഒരാൾ നിൽക്കുന്ന നിങ്ങൾ കാണിച്ചു തന്നാൽ, നിങ്ങൾ അങ്ങനെ കാണിച്ചു തന്നാൽ, നാട്ടുകാരനല്ലാതെ കാണിച്ചു തന്നാൽ, ഈ പറയുന്ന ആളുകളിൽ കബരിട്ട കുറെ ആളുകളുണ്ട്. ഒരു പൊതുബോധവുമില്ലാത്ത ചില ആളുകൾ സാമ്പത്തികത്തിന്റെ നേരിൽ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ടവരായതിന്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ ലോക്കലായിട്ട് വരുന്ന ചില നേതാവെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇവരുടെയൊക്കെ കമന്റുകൾ ഞങ്ങൾ കണ്ടു. ബോധവും വിവരവും ഇല്ലാത്ത ആളുകളൊക്കെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വെച്ചാൽ ഇതിനപ്പുറം ഗതികേടിലൊക്കെ പാർട്ടിയൊക്കെ പോയി നശിക്കും. അതുകൊണ്ട് ബോധവും വിവരവും തിരിച്ചറിവും ഒക്കെ ഉള്ള ആളുകളെ ആ പാർട്ടിയുടെ തലപ്പത്തിലേക്ക് വെക്കണം. അത് ഞാൻ മാത്രം പറയുന്നതല്ല, ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വകതിരിവുള്ള നല്ല സഖാക്കന്മാരുണ്ട്, അവര് പറയുന്ന കാര്യമാണ്. അപ്പോ ഇവിടെ നടക്കുന്ന അനീതി, ആ വേളയിലേക്ക് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, വെള്ളം അടിക്കാൻ വന്നവന്മാരാ, ആ വീഡിയോയിലുണ്ടല്ലോ. അപ്പൊ അവർക്കെല്ലാം അറിയാം കഞ്ചാവ് കടത്തിൽ ഉറവിടം എവിടുന്നതാണ്, അത് അന്വേഷിച്ച് കണ്ടെത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം.